വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് അത് തന്നെയാണ് ഗൈസ്. നമ്മൾ കഴിഞ്ഞ വർഷം കളിച്ച ഇന്ത്യ ബൈക്ക് ഡ്രൈവർ 3D ആണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയൊരു പരിപാടി നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിപാടി ഡൈനോസറിൻ്റെ അടുത്ത് നമുക്ക് പോവാണ് ഗൈസ്. അപ്പം നമ്മൾക്ക് ഡൈനോസറിനൊക്കെ അടുത്ത് പോകുന്ന കുറച്ച് കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് നമുക്ക് ഡൈനോസറിനടുത്ത് പോകാം. അപ്പോൾ ഡൈനോസറിനടുത്ത് പോകുമ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞായിരുന്നു ഈ വേഷത്തിൽ പോയാൽ അവിടെ പോകാനുള്ള അനുവാദം കിട്ടൂലെന്ന്. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഒരു ഉടുപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ആ ഉടുപ്പ് ഉള്ളവൻ ആരാന്നറിയാം. എനിക്കറിയാം നമ്പർ ഗൈസ്. ഈ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് ആ ഉടുപ്പ് തരുന്നതാണ് ഗൈസ് പറഞ്ഞത്. പക്ഷെ നമുക്ക് അങ്ങനെ അവൻ ആ ഉടുപ്പ് തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഉടുപ്പിടാം ഗൈസ്. ഉടുപ്പിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഉടുപ്പെല്ലാം ഇട്ട് നമ്മൾ സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഉടുപ്പിട്ടിട്ട് നമുക്ക് നല്ല സെറ്റാക്കണം ഗൈസ്. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പൗസ് ചെയ്തെന്ന് വെച്ചാൽ തന്നെ അറിയാം ഗൈസ്. ഞാനകത്ത് ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്തു പോയി ഗൈസ്. അതുകൊണ്ടാണ് അത് പൗസ് ചെയ്തൊരു വലിയ സൗണ്ട് ഇവിടെ വന്നു ഗൈസ്. അതുകൊണ്ടാണ് എനിക്ക് മൈക്കില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വലിയ സൗണ്ട് വന്ന്. അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വണ്ടി നേരെ ഈ വണ്ടി പോയി എന്തായാലും നമ്മൾ പിടിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി മാറ്റാം ഗൈസ്. ഈ വണ്ടി നമുക്ക് വെള്ള വണ്ടിയാക്കും ഗൈസ്. അല്ല ഇവിടെ നമുക്ക് ഈ ഒരു വണ്ടി ആ കളർ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലാക്ക് ആക്കും ഗൈസ്. അതെനിക്ക് പിന്നെ കുഴപ്പമില്ല. നമുക്ക് ഒരു ആർമീൻ്റെ ഒക്കെ ഫീല് തരുമല്ലോ. കയ്യിൽ AKM എല്ലാം ഉണ്ട്. കണ്ണെല്ലാം മേടിച്ചാണ് നമ്മൾ വെച്ചേക്കുന്നത് ഗൈസ്. എല്ലാം തയ്യാറായിട്ട് നമ്മൾ ഡൈനോസറിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഡൈനോസറിൻ്റെ അടുത്തേക്ക് നേരെ പോകാണ്ട് പോലീസിൻ്റെ അനുവാദം ചോദിക്കണം. ഫസ്റ്റ് തന്നെ പോലീസിൻ്റെ അനുവാദം ചോദിക്കണം. അപ്പോൾ നമ്മൾ പോലീസിൻ്റെ അനുവാദം മേടിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് ഗൈസ്. ഇടവഴി താണ്ടി മലവഴി താണ്ടില്ല, അത്രയും പോകാനൊന്നുമില്ല. ഇവിടുന്ന് മതിൽ ചാടി കടന്നാൽ മതി, അപ്പം തന്നെ സ്ഥലം എത്തി. ഇതാണ് സ്ഥലം. ഇവിടെയാണ് ഓഫീസർ. കാരണം ഇവിടെ ഒറ്റ ഓഫീസറേ ഉള്ളൂ. കാരണം പറയുന്നത് ബാക്കിയുള്ള ഓഫീസറല്ലോ ഇതിന് പോയിന്ന്. അപ്പോൾ സാറേ ഇവിടെയുള്ള ഓഫീസർമാരൊക്കെ എവിടെ പോയി? എവിടെ പോയി? എടോ അവരെല്ലാം വലിയൊരു കേസായിരുന്നു. അവർ ന്യൂസ് ചാനലിനോടും ഒറ്റ ചാനലിനോടൊക്കെ എന്തെല്ലാം പറയാൻ പോയി. ഞാനിപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത്. പിന്നെ വേറെ കാര്യം, നിനക്ക് തോക്കലുണ്ടെന്ന് വെച്ചാൽ ഇല്ല കളിക്കല്ലേ. ഞാൻ നിന്നെക്കാട്ടും വലിയ ആർമിയാണ്. എൻ്റെ ഉടുപ്പുണ്ടോ? പിന്നെ ഒരു അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നേ. എന്തനുവാദമാണ് സോറി വേണ്ടേ? പിന്നെ ഞാൻ നേരത്തെ ഇടാന്ന് വിളിച്ചതിന് സോറി. എന്തനുവാദം എന്നറിയാമോ? എനിക്ക് ജൂറാസിക് പാർക്കിൽ പോകണം. അതിനുള്ള അനുവാദം വേണം. അപ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ സാറേ, അതെല്ലാം തരാം. സാറ് ഞാൻ മറ്റേ സാറിനെ വിളിച്ചു നോക്കട്ടെ. എൻ്റെ മുതലാളി സാറിനെ ഞാൻ വിളിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. എന്നാൽ വിളിച്ച് ചോദിച്ചോ. നന്നായിട്ടത് ഇരുന്നോ, ഇല്ലെങ്കിൽ പിടിച്ച് വിടും ജോലിന്ന്. സമയം പറഞ്ഞതെന്ന് വെച്ചറിയാമോ? അവൻ്റെ സാറിനോട് എന്തോ സംസാരിച്ചിട്ടൊക്കെ ഇതാക്കാനാണ്. നമ്മുടെ വണ്ടിയിൽ അടിപൊളിയല്ലേ. ഈ വണ്ടി പോയാൽ പിടിക്കില്ലല്ലോ. അവിടെ ഗൈഡൊക്കെ ഉണ്ടോ? ഗൈഡല്ല, ഗാർഡൊക്കെ ഉണ്ടോന്നു. സാറ് എന്താണ്? ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞു. അവിടെ ഒരു പേപ്പറുണ്ട്, അവിടെ അത് പോയി എടുത്തോ. ശരി, ഗുഡ് ജോബ്. നല്ലൊരു പോലീസുകാരനാണ്. സ്റ്റാറൊക്കെ തരാം. ഓഫീസിൽ ഇവിടെ പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കസാരയൊക്കെ സമയം നമുക്ക് പേപ്പർ അവിടെ പേപ്പർ എടുക്കടാ. പേപ്പർ എടുത്തിട്ട് നമുക്ക് ചാടി പോവാണ് ഗൈസ്. നമുക്കിങ്ങനെ ചാടാം ഗൈസ്. അപ്പോൾ നമുക്കിങ്ങനെ ഇതിനോട് ബൈ പറയാം. എടാ പോലീസേ എടാ ഇയാൾക്ക് ചെവി കേൾക്കൂലേ? പോലീസേ. എന്താ സാറേ? പറ
ഞാൻ എൻ്റെ ഒച്ച സംസാരിക്കട്ടെ, ഒന്നും പറയുന്നില്ല. ഞാൻ ബോട്ടേന്ന് പറയാൻ വന്നയാ. ആ ശരി സാറേ, ഇല്ല കളിയാക്കല്ലേ, ഞാൻ ഇവിടെ ഒരു പാവം പോലീസാ, അങ്ങനെ വിട്ടൊരു സാറ്. ശരി എന്നാൽ ശരി, ഞാൻ പോവാം. ഓ ശരി സാറേ. പോലീസുകാർ എന്തെല്ലോ പറഞ്ഞ് നമ്മളെ കുളമാക്കി വിട്ട്. നമുക്ക് ജീപ്പിൻ്റെ ഉള്ളിൽ നോക്കാം. ഇതാണ് നമ്മുടെ ജീപ്പിൻ്റെ ഉൾവശം വെച്ചിട്ട് പോകണ്ട. നമുക്ക് പുറത്തിലെ വശം വെച്ചിട്ട് പോകാം. നമുക്കിനി പോകാൻ നമ്മുടെ അനുവാദമല്ല, നമുക്ക് കിട്ടി മേടിച്ചേക്കണം ഗൈസ്. നമുക്ക് നേരെ ജുറാസിക് പാർക്കിൽ അങ്ങോട്ട് കത്തിച്ചങ്ങ് വിടാം ഗൈസ്. നമ്മുടെ വണ്ടി ഇന്നത്തെ ഇവന്മാരുടെ വണ്ടിയൊന്നും ഭംഗിയേ ഇല്ല. ഇവരുടെ വണ്ടിയില്ല, പൊട്ട വണ്ടിയാണ് ഗൈസ്. നമ്മുടെ വണ്ടിയാണ് കിട്ടില്ലേ, ഇവിടെ കാട്ടമൊക്കെ കിട്ടില്ല, നമ്മുടെ വണ്ടിയാണ് ഗൈസ്. നമ്മുടെ വണ്ടി എന്നാൽ വെല്ലുന്ന ഒരു വണ്ടി ഇവിടെ ഇല്ല. ഇതാണ് നമ്മുടെ മെയിൻ കാര്യം. എടാ എടുക്കില്ലടാ. എടാ ഇതിനാണ് ഗൈസ് കൈ കയറത്തെ. എടാ ഇതിനാണ് വണ്ടി ഇങ്ങനെ ഗൈസ് ഇതിനകത്ത് ഡ്രൈവ് ചെയ്തത്. കുഴപ്പമൊന്നുമില്ല, ഡോറ് തുറന്നോട്ടുണ്ട്, ഒരാളെ കയറ്റില്ല അത്യാവശ്യം ഗൈസ്. എന്തുകൊണ്ടാണ് ഡോറിലും അതൊക്കെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജുറാസിക് പാർക്കിലല്ലേ പോകുന്നത്, അവിടെ എത്തുമ്പോൾ വേറെ വണ്ടിയൊക്കെ തയ്യാറാക്കി തരാം ഗൈസ്. നമുക്ക് അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എന്നാ വെച്ചാൽ നമ്മൾ ടാങ്കിലാണ് പോകുന്നത്. ടാങ്കിൽ പോകുന്നുണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ച് സേഫൊക്കെ ആവണ്ടേ, അതുകൊണ്ട് ഞാൻ ടാങ്കിൽ പോകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഗണ്ണെല്ലാം തന്നിരിക്കുന്നത്. ടാങ്ക് എങ്ങനെ പൊട്ടിയുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. അതുപോലെ തന്നെ അതും കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അയ്യോ എൻ്റെ പൊന്നോ, അവിടെ ഇവരൊക്കെ ഞാൻ ഇങ്ങനെയാണ് ഇടിച്ചേ. എൻ്റെ പൊന്നോ, അവിടെ അവിടെ നിന്ന് എന്തോ കാറൊക്കെ വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ റെസിഡേഷൻ ഏരിയ ആണ്. ഇതാണ് ഗസ്, ഇവിടെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. അവിടെ എവിടെയോ ആയിട്ടാണെന്ന് പറഞ്ഞത്. നമ്മുടെ ടാങ്ക് നിർത്തിയിട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ടാങ്കെല്ലാം എടുത്തിട്ട് സെറ്റ് ചെയ്തു. എൻ്റെ പൊന്നോ, നമ്മുടെ ടാങ്ക് ഇവിടെ ഉണ്ടടാ, നമ്മുടെ ടാങ്ക് ഇവിടെ ഉണ്ട് കേട്ടാ. ഇതാണ് പറഞ്ഞ ടാങ്ക്. ടാങ്ക് പുറത്തോട്ടാണ് വെച്ചേക്കുന്നത്. അടിപൊളി ടാങ്ക് കേട്ടോ. എൻ്റെ പൊന്നോ, ആ എക്സിവേറ്ററിൻ്റെ ചെങ്ങല. എൻ്റെ പൊന്നോ അടിപൊളി ടാങ്ക്. നമുക്ക് ടാങ്കിൻ്റെ ഉള്ളിൽ കയറാൻ കഴിച്ച് നമ്മുടെ മച്ചാൻ തട്ട ടാങ്ക് അടിപൊളിയാണ്. എൻ്റെ പൊന്നിലാക്കാം ഗൈസ്, അടിപൊളി ടാങ്ക്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നിട്ടാണ് നമ്മൾ പോകുന്നത് ഗൈസ്. എങ്ങനെയുണ്ടടാ നമ്മുടെ വണ്ടി, അടിപൊളിയായിട്ടില്ലേ. നമ്മൾ ടാങ്ക് വെച്ചിട്ട് പൊളിച്ചില്ല ഗൈസ്. ഈ ഒരു വാതിലിൻ്റെ അപ്പുറത്താണ് ഗൈസ് ആ ദുരന്തങ്ങൾ ഒളിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് അവരെല്ലാം തീർക്കാൻ പോകണം ഗൈസ്. തീർക്കാൻ പറ്റുമെങ്കിൽ മാത്രം തീർത്താൽ മതി. ഒക്കെ 4 ഡൈനോസറിനാണ് മാക്സിമം തീർക്കേണ്ടത്. ഇന്ന് തന്നെ നമ്മുടെ വണ്ടിയിൽ അടിച്ച് പൊളിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളിത് നമ്മളിത് കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനിയാണ് ഗൈസ് ഇത്. ഇവിടെ എവിടെയെങ്കിലും അവന്മാരുണ്ടാകും. എനിക്കറിയാം ഇവിടെ എവിടെയോ ഒരുത്തരുണ്ട്. എനിക്ക് പേടിയാണ്, എനിക്ക് നല്ല പേടിയുണ്ട്. അതേതാ ഡൈനോസർ എല്ലാം നെഞ്ചടിക്കാൻ തുടങ്ങിയാടാ. ഡൈനോസർ അല്ല അത് ഡൈനോസർ അല്ല. നേരെ പറപ്പിച്ച് തിരിച്ചങ്ങോട്ട് വിട്ടോ. നമ്മൾ മരത്തിലൊന്നും ഇടിക്കാൻ പാടില്ല. നമ്മൾ ഒന്നാമത് പച്ചയായുണ്ടല്ലോ, ആർമീനൊക്കെ വണ്ടി കിട്ടും. വിശക്കുണ്ടോ? ഇതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ സാധനങ്ങളൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുട്ട അതിൻ്റെ മുട്ട ഇവിടെ എവിടെയോ എന്തുണ്ടോ. പറഞ്ഞില്ല ഗൈസ്. ഇതാടാ ആന. നമ്മൾ വന്യമൃഗത്തിനൊന്നും കൊല്ലണ്ട ഗൈസ്. നമ്മുടെ ഡൈനോസറിനെ കൊന്നാൽ മതി. ഈ ആനകളെ ഒന്നും കൊല്ലണ്ട. ഇവ ഡേഞ്ചറാണ്. ഡേഞ്ചറൊന്നുമല്ലടാ, ഇപ്പം ഡേഞ്ചറല്ല. പുറകിൽ ഒരുപാട് മാത്രം ഡേഞ്ചർ അല്ലടാ. പച്ചില കഴിക്കുന്ന ഡൈനോസർ അല്ലേ ഇത്. ഇത് മറ്റേ മാമത്തല്ല,
കാട്ടാനൊക്കെയാണ്. കാട്ടാനൊന്നും ഒന്നും ചെയ്യില്ലടാ. വന്യമൃഗത്തൊന്നും കൊല്ലത്തില്ല. ആനയൊക്കെ നമ്മളിതാണ്, പാവങ്ങളാണ്. ഇവിടെ ഉള്ളൊരു ഭീമക്കുറ്റി പോലെ ഇരിക്കുന്ന ഡൈനോസർ ഉണ്ട്. ആ ഡൈനോസറിനെ ഞാൻ അടിച്ച് നോക്കേണ്ടത്. കണ്ട ഓടി വരും. എവിടെയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പിന്നെ ഒരു ചെറുതുമുണ്ട്. അതിനെ നാളത്തിനെ കൊന്നാൽ മതിയോ ഇല്ലെങ്കിൽ ഇതിനെ നാളത്തിനെ കൊല്ലണോ എനിക്കറിയില്ല. ഏതായാലും കുഴപ്പമില്ല. അതാണ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ച്. അവൻ വരുന്നുണ്ട്. ഇല്ലടാ, കാട്ടുപോത്തല്ല ഇവിടെ ഇഷ്ടപ്പെടാ. കാട്ടുപോത്തല്ല വന്യമൃഗമാണ്. അതിനൊന്നും കൊല്ലേണ്ട ആവശ്യമില്ലടാ. അതിനൊക്കെ വേദനിപ്പിച്ചാലേ നമ്മൾ വേദനിപ്പിക്കുള്ളൂ, അല്ലാണ്ട് അതൊന്നും വേദനിപ്പിക്കൂല. കൊണ്ട് അതൊക്കെ പാവങ്ങളാണ്. ഇവിടെ കുറച്ച് ചുണ്ട ഡൈനോസറൊക്കെ ഉണ്ട്. വെട്ടക്കോപ്പിലൊക്കെ എന്ത് പറഞ്ഞില്ല വരാൻ. അപ്പം തന്നെ അവൻ മുമ്പിലുണ്ട്. അവന് മുമ്പിലുണ്ട്. സൈഡിലുണ്ടോ. കടിക്കല്ലടാ ഡൈനോസറെ. ഷൂട്ടാകുന്ന കടിച്ചു പൊട്ടിക്കല്ലേ. ആവശ്യമില്ലടാ. ദൂരെ പോ. ഏതോ വലിയ ഡൈനോസർ നമ്മൾ കണ്ടു. ഇവിടെ വരുമ്പോൾ കണ്ടായിരുന്നു. ഭീമന്തോ ഡൈനോസറിന് ഇവിടെ നിന്നോ കണ്ടായിരുന്നല്ലേ. അവനവിടെ ഓടി വരുന്നു. ഇവൻ വേറെ, ഇവൻ പാവം. നമ്മുടെ മറ്റവനെ കണ്ട് ചെറിയ കുഞ്ഞു ഡൈനോസറിനെയാണ് നമ്മൾ കണ്ടത്. കുഞ്ഞു ഡൈനോസർ ആയതുകൊണ്ട് പേടിക്കല്ലേ. കുഞ്ഞു ഡൈനോസർ ആയതുകൊണ്ട് പേടിക്കാനില്ല. കുറച്ച് മഹാശല്യമാണ്. ഭയങ്കര ശല്യമാണല്ലോ. നമ്മളതിനെ കൊന്നു നമ്മളതിനെ കൊന്നിട്ടുണ്ട്. പക്ഷെ ഇതിനൊരു ഭീമം പോലെ ഇരിക്കുന്നുണ്ട്. ഡൈനോസറിനെ കൊന്നാൽ മതി. അങ്ങനെയല്ല പറഞ്ഞേ. ഒരു ഇതും പിന്നെ 2 ഭീമം പോലെ ഇരിക്കുന്നൊരു ജീവി കൊന്നാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഭീമ പോലെ ഇരിക്കുന്ന ജീവിനെ നോക്കാം. ഇവിടെ എങ്ങനെ കാണണം. മറ്റവനാണത്. ഇവ പിന്നെയും വന്നടാ. നമ്മുടെ മുന്നിൽ കയറാൻ പാടില്ല. ഇവ നമ്മുടെ മുന്നിൽ കയറിയ വമ്പൻ സീനാണ്. ഭയങ്കര നമുക്ക് സീനാവുക. ഇവ മുന്നിൽ കയറി നല്ല സീനാടാ. എൻ്റെ പൊന്നും. നമ്മളതിനെ കൊന്നു. നമ്മൾ 2 ഇതിനെ കൊന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ഭീമം പോലെ ഇരിക്കുന്ന ഡൈനോസറിനെ കൊന്നാൽ മതി ഗൈസ്. എനിക്ക് ചുമയും പനിയൊക്കെ ഉണ്ട്. വീഡിയോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളൊന്നല്ലേ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോക്ക് മാക്സിമം ലൈക്ക് അടിച്ച് വീഡിയോസ്. ഈ ഡൈനോസർ മാത്രമേ ഇവിടെ ഉള്ളൂ വലുതായിട്ട്. ഇവിടെ വേറെ ഒരു ഡൈനോസർ ഇല്ല വലുതായിട്ട്. ഞാൻ പറഞ്ഞു ആ ഡൈനോസറിന് ഒന്നും ചെയ്യില്ല. കാരണം അത് എല്ലാം കഴിക്കുന്ന ഡൈനോസറാണ്. വെജിറ്റബിൾസിന് ഡൈനോസറാണ്. മറ്റേതൊക്കെയാണ് മീറ്റ് കഴിക്കുന്ന ഡൈനോസർ. തമ്മിൽ അടിയാക്കരുത്. നമുക്കത് അങ്ങനത്തെ ദൂരെ പോട്ടെന്ന് കാണാം ഗൈസ്. നമുക്കതിനെ അങ്ങ് ദൂരത്ത്. അപ്പോൾ നമ്മൾ മാക്സിമം ഇവിടെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. ഓരോ ഡൈനോസർ ഇവിടെ ഇല്ലടാ. ഇവിടെ എന്ത് ഊച്ചാളി സ്ഥലമാണ് ഇത്. അതൊക്കെ 2 ഡൈനോസറിനെ കൊന്നുള്ളൂ. 2ഉം ചെറുതാണ്. 1 ഇല കഴിക്കുന്ന ഡൈനോസറാണ്. ഇവിടെ എല്ലാം നോക്കിയാലും എല്ലാ ഗെയിമിലും ഒരു ഗെയിമിൽ പോലില്ല. നമുക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. എനിക്ക് മാത്രമേ ഇങ്ങനെ ഉള്ളൂ. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിരിക്കും.
പക്ഷെ എനിക്ക് മാത്രം എന്ത് ഗെയിം കളിച്ചാലും വിജയമില്ല ഗൈസ്. വമ്പൻ തോൽവിയാണ്. എനിക്ക് ജയിക്കൂല, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. എനിക്ക് വമ്പൻ തോൽവിയാണ്. അങ്ങനെയൊക്കെയാണ് വരുന്നത്. ബസ് നമുക്കിവിടെ നിന്ന് നമുക്ക് ദൂരെ അങ്ങ് പോവാം ഗൈസ്. ഇനിയൊരു ഡൈനോസർ ഇല്ല ഗൈസ്, അങ്ങനെയാണ് തോന്നുന്നത്. നമ്മളെ മച്ചാൻ്റെ അടുത്ത് ഈ വണ്ടി കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ മൈൻഡപ്പ് ചെയ്യാം ഗൈസ്. ഇല്ലെങ്കിൽ ഇവിടെ അച്ഛൻ്റെ മൈൻഡപ്പ് ചെയ്യാം ഗൈസ്. ഇവിടെ നിന്നൊന്ന് തപ്പിയതാണ് ഗൈസ്. ഒരു മുക്കിലും ഡൈനോസർ ഇല്ല. Let's go guys. Let's go. Yo guys. Yo. കൊന്നേക്കാണ് ഗൈസ്. നമ്മളവനെ കൊന്നു. അവനെ കൊന്നു ഗൈസ്. നമ്മളവനെ കൊന്നു. എൻ്റെ പൊന്നല്ല. നമ്മളവനെ ഇതിലവർക്ക് ലക്കുണ്ടായിരുന്നതാ. എൻ്റെ പൊന്നോ. അവനെ ഞാൻ കൊല്ലുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല. വാട്സപ്പ് ബ്രോ കൈസ് അവനെന്തിയെ കൈസ് എനിക്കൊന്ന് പോയെന്നാണ് മണ്ണിൽ അലിഞ്ഞു ചേർന്നു എന്നാണ് തോന്നുന്നത് പെട്ടെന്ന് തന്നെ. അപ്പോൾ എന്തായാലും എനിക്ക് അവനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഡൈനോസറിനൊന്നും ഇല്ലല്ലോ, വല്ല മൂന്നത്തെ മാത്രമല്ലായിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇട്ടുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ കാണാം ഗൈസ്. അപ്പം അതിലൊക്കെ നിങ്ങൾ പറയേണ്ട ഒരു വാക്കുണ്ട് ഗൈസ്. ലൈക്ക് അടിക്കുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോയ്ക്കില്ലേ മാക്സിമം കമൻറ്റ് ചെയ്യുക ഗൈസ്. അടുത്തത് ഏത് ഗെയിമാണ് ട്രൈ ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. എന്നാൽ നമുക്ക് പുതിയ ഗെയിമിൻ്റെ ഐഡിയാസൊക്കെ കിട്ടും ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അതുവരെയൊക്കെ എന്താണ് പറയുന്നത്, ടാറ്റാ.